തുലാവർഷ പെയ്ത്തിനെ തുടർന്ന് ഇടുക്കിയിൽ രൂപപ്പെട്ട പ്രളയസമാന സാഹചര്യത്തിലുണ്ടായത് വൻ നാശനഷ്ടമാണ്. മഴ മാറിയെങ്കിലും പ്രളയം വിതച്ച ദുരിതങ്ങളിൽ നിന്ന് ജനങ്ങൾ കരകയറിയിട്ടില്ല. ജില്ലയിൽ 1 കോടിയിലധികം രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടായെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. വെള്ളപ്പൊക്കം കാർഷിക മേഖലയെയാണ് സാരമായി ബാധിച്ചത്. 12 ഹെക്ടറിലായി 1,10,89,000 രൂപയുടെ കൃഷിനാശമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ഏലകൃഷിയാണ് ഏറ്റവും അധികം നശിച്ചത്. കട്ടപ്പന, നെടുങ്കണ്ടം, പീരുമേട് താലൂക്കുകളിലായി 10 ഹെക്ടറിലധികം ഏലം നശിച്ചു. ഒരുപാട് നഷ്ടമുണ്ട്. പിന്നെ ഇതുവരെ ആരും പഞ്ചായത്തിൽ നിന്നോ അല്ലെ വില്ലേജിൽ നിന്നോ നമുക്ക് അങ്ങനെ ഒരു സഹായത്തിന്റെ കാര്യം ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്നു ഇന്ന് വന്ന് കണ്ടേച്ച് പോയി. മെമ്പർമാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് മാത്രം തകർന്നത് 3 പാലങ്ങളാണ്. 8 വീടുകൾ ഭാഗികമായും 2 എണ്ണം പൂർണ്ണമായും തകർന്നു. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ശുദ്ധജലത്തിന് പോലും ലഭ്യതക്കുറവുണ്ട്. പലയിടങ്ങളിലും ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുകയാണ്. വീടുകളിലെ എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും, വീട്ടുപകരണങ്ങളും, അരി വരെ ഒരു സാധനം അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കൈ കിട്ടി മൊബൈലോട്ട് അവർ ഓടി രക്ഷപ്പെടുമായിരുന്നു. വളരെ ദയനീയമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നപ്പോൾ വെള്ളം കയറി കിണറുകളും കുളക്കണ്ടവും എല്ലാം നാശമായി. അതുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വെള്ളം വിതരണം നടത്തുകയാണ്. ദുരിതാനന്തര പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നതാണ് ചോദ്യം. സർക്കാർ സഹായമില്ലാതെ ജില്ലയെ നാശനഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനാകില്ല. മീഡിയ 1 ഇടുക്കി.